കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. കൺസെഷൻ കാർഡ് ഉണ്ടായിട്ടും ഫുൾ ടിക്കറ്റ് നൽകിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. അതേസമയം ബസ് ജീവനക്കാരെ SFI പ്രവർത്തകർ താക്കീത് ചെയ്തു. കൂടത്തായിന്ന് പയ്യ സ്റ്റാൻഡിലേക്ക് ബസ് കയറി വന്നു. ബസ് കയറിയപ്പം എനിക്ക് വാവാടിക്കാണ് പോകേണ്ടത്. അപ്പം വാവാടിക്കുള്ള ബസ് അസാറോളിൽ കയറാൻ പോയപ്പോൾ എൻ്റെ കൂട്ടുകാർ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിലേക്ക് ആദ്യം കയറാൻ പോയപ്പം കണ്ടക്ടർ പറഞ്ഞു നിനക്കിപ്പം കയറാൻ പറ്റൂലാണ്. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി. അത് സൈഡിലുള്ള ടാക്സി ഡ്രൈവേഴ്സ് കണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു നിന്നെ എന്തെങ്കിലും താഴോട്ട് ഇറക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞ് കണ്ടക്ടർ പറഞ്ഞു ഇപ്പം കയറണ്ട, താഴോട്ട് ഇറങ്ങാൻ. അപ്പം ടാക്സി ഡ്രൈവർ പറഞ്ഞു നീ ധൈര്യമായിട്ട് കയറിക്കും, നിൻ്റെ പാസ്സൊക്കെ ST തരേണ്ട അവിടെ കടമയാണ്. അപ്പം അങ്ങനെ ബസ്സിൽ കയറി, രണ്ടാമത് കയറി. അപ്പം കണ്ടക്ടർ പറഞ്ഞു ഈ വീണ്ടും ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു എൻ്റെ പാസ്സൊക്കെ ഉണ്ട്, ST തരേണ്ട നിങ്ങളുടെ കടമയാണ്, അപ്പോൾ ഞാൻ ഇറങ്ങൂല പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാരൻ എൻ്റെ പക്ഷം നിന്നിട്ട് പറഞ്ഞു. അപ്പം കണ്ടക്ടർ എൻ്റെ കൂട്ടുകാരനെ തല്ലാൻ നോക്കി. അപ്പം കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു ഒരു നിയമത്തിൻ്റെ എതിരാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റൂല പറഞ്ഞു. അപ്പം കണ്ടക്ടർ എന്നെ ഉന്തി നെറ്റിക്ക് കുത്തി. കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു, മോതിരം കാരണം മുറിവും പറ്റി. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തീർച്ചയായും സംഭവത്തിൽ പോലീസ് കുട്ടിയുടെ പരാതിയിൽ, വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ പല സ്വകാര്യ ബസ്സുകളുടെയും ജീവനക്കാർ ഇത്തരത്തിൽ കുട്ടികളോട് വലിയ തരത്തിൽ ഒരു ദേഷ്യം വെച്ച് അല്ലെങ്കിൽ ശത്രുതാപരമായ മനോഭാവത്തോടുകൂടിയാണ് പെരുമാറുന്നത്. കാരണം നിയമപരമായി കുട്ടികൾക്ക് ലഭിക്കേണ്ട കൺസെഷൻ ആനുകൂല്യം പോലും അനുവദിച്ച് നൽകാത്ത രീതിയിലുള്ള പെരുമാറ്റം മിക്കവാറും എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാരും പുലർത്താറുണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അതിനെ വളരെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാറുള്ളത്. ഇന്ന് ഈ കുട്ടി കൂടത്തായി സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിൽ സ്ഥിരമായി വരുന്ന ബസ്സിൽ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ പോയി. എന്നാൽ ആ കുട്ടിക്ക് ആ ബസ്സിൽ കയറാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പഴയ സ്റ്റാൻഡിൽ വന്ന പുതിയ സ്റ്റാൻഡിൽ വന്ന ഒരു ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ ബസ്സിൽ കയറാനാവില്ല, കൺസെഷൻ കാർഡ് ഉണ്ടെങ്കിലും മുഴുവൻ ആളുകളും കയറിയ ശേഷം മാത്രമേ കയറാൻ പാടുള്ളൂ എന്നാണ് നിബന്ധന വെച്ചത്. തുടർന്ന് കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ പറഞ്ഞത് അത് നിയമപരമല്ല, നിങ്ങൾക്ക് ധൈര്യമായി മോൻ കയറിക്കോ എന്ന് പറഞ്ഞ് ഈ കുട്ടി കയറുമ്പോഴാണ് ഈ കണ്ടക്ടറും ക്ലീനറും തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തുടർന്നാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് പോയത്. എന്തായാലും നിയമപരമായിട്ടുള്ള ഈ ആനുകൂല്യം സ്വകാര്യ ബസ് ജീവനക്കാർ തോന്നുംപടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം വിദ്യാലയ സംഘടനകളൊക്കെ ഉയർത്താറുണ്ട്. ഇതിനിടയിൽ ഈ സംഭവത്തിന് ശേഷം കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും പരിശോധന നടത്തിയിട്ടുണ്ട്. നെറ്റിക്കാണ് മുറിവുള്ളത്. എന്നാൽ വലിയ ആഘാതമുള്ള മുറിവല്ല എന്നാണ് പ്രാഥമികമായി ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് SFIക്കാർ ബസ് ജീവനക്കാരനെ താക്കീത് നൽകിയിട്ടുണ്ട്. അത് വലിയ സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ ബസ് ജീവനക്കാരുടെ ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായ ഈ നിലപാട് മാറ്റണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വരുന്നത്. കാരണം നിയമപരമായി അനുവദിക്കപ്പെട്ട കൺസെഷൻ അനുവദിച്ച കുട്ടിയെ ബസ്സിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷമാണ് ഇവർക്ക് റൂട്ട് പെർമിറ്റ് പോലും അനുവദിക്കുന്നത്. എന്നാൽ യോഗങ്ങളിൽ ഇതൊക്കെ കൃത്യമായി സമ്മതിക്കുകയും കളക്ടർ ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ സമ്മതിക്കുകയും ഈ സമയത്ത് കുട്ടികൾ ബസ്സിൽ കയറാൻ വരുമ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സമീപനമാണ് മിക്ക സ്വകാര്യ ബസ് ജീവനക്കാരും സ്വീകരിക്കുന്നത്. എന്നാൽ വിരളമായ ചില സ്വകാര്യ ബസ് ജീവനക്കാരുമുണ്ട്. എന്നാൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള സമീപനമാണ് കുട്ടികളുടെ നേരെ പ്രകടിപ്പിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായ സാഹചര്യത്തിലാണ് സ്കൂൾ തുറന്ന് ഈ മഴക്കാലത്ത് ഈ കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ട്. താമരശ്ശേരി പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുണ്ടായാൽ വലിയ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് ആണ് ഈ വിഷയത്തിൽ ഇടപെട്ട SFI നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന്.